വണങ്കാമുടിക്ക് ഒരു കയ്യബദ്ധം പറ്റിയെന്നുള്ളത് നേരാ. എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ അടുത്ത് എങ്ങാനും വന്നാൽ ദേവർമഠം നാരായണൻ വിവരം പറയും. ഹലോ, ആരാ? മൂപ്പിൽ കുഞ്ഞമ്പ് നായരെ ഒന്ന് കാണാനാ. ഇത് തന്നെയല്ലേ വീട്? വീടൊക്കെ ഇത് തന്നെ. എന്താണ് കാര്യം? നിങ്ങളാണോ കുഞ്ഞമ്പ് നായർ? ഞാനാണെങ്കിൽ അല്ല, അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല. കുമാരാ, നീ പോയി ഗിരി വിളിച്ചിട്ട് വാ. ആ, അച്ഛനെ കാണാനല്ലേ? അല്ല, കുഞ്ഞമ്പ് നായരെ കാണാനാ. അതെ, ഞാൻ ഗിരി, മൂപ്പരുടെ മോന്. അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക, അച്ഛൻ്റെ പെങ്ങടെ മോളുടെ. അതൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ. ഇവിടെ അടുത്ത തോപ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കുമാരാ, ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളൂ. ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട്. കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാണാലോ. കുമാരാ, ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക്. മതി, അങ്ങോട്ട് അടിയേട്ടാ. മതിയായിട്ടാ. അത് ചുമ്മാ ആളെ കണ്ടാൽ അറിയാലോ, നല്ല ബെസ്റ്റ് കപ്പാസിറ്റിയാ. സുഖിപ്പിക്കുകയാണ്. നല്ലോണം സൂപ്പിക്കണം എന്ന് പറഞ്ഞാ ഗിരിമുതലാളി ഞങ്ങളെ കൂടെ വിട്ടത്. ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി. നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛന് നല്ല സുഖം പോരാ. എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന്. നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. സുഖം പ്രാപിക്കട്ടെ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നീ കാര്യം പറയടാ. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ. നീ പറയടാ. ഭീഷണി ഒന്നും വേണ്ട. അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം. അതിന് നീ മൂപ്പരേനെ കണ്ടിട്ട് വേണ്ടേ? ആലി രാഘവൻ, എനിക്കറിയാം നിന്നെ. മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ. പിന്നെ വേണ്ട, ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളുപുരത്തുകാരുടെ കൂടെ SPRPC ടിക്കറ്റ് ചെയ്തതും അറിയുന്നത്. ആരാ നീ? ദേവർമഠം നാരായണന്റെ സഹായിയോ അനുഭാവിയോ? ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി. രക്തം മാത്രമല്ല, എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട്. അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതുകൊണ്ട് വേണ്ടനിയാ, ആളെ വിടും. കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടി താത്തടാ നായിന്റെ മോനെ. എടുത്ത് പുറത്തേക്കിട്. ആ പാപം ഞങ്ങൾ ചെയ്യില്ല. കല്ലുകെട്ട് ഡാമിൽ താഴ്ത്തും. ചാവുന്നതും ചാവാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. കല്ല് വെച്ച് കെട്ടടാ. വേഗം കെട്ടടാ. കാട്ടി. വേദന സംഹാരി. ജീവൻ രക്ഷിച്ചു. രക്തം തന്ന ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു. വിതച്ചത് ഒരു നാൾ കൊയ്യാൻ കഴിയും സുഹൃത്തെ. കാളിയാർ മടങ്കരിയായിട്ട് എന്താണ്? അവനുമായിട്ടൊന്നുമില്ല. മൂപ്പിൽ കുഞ്ഞമ്പ് നായർ. പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം? അച്ഛന്. അതെ, എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം. നാട്ടിൽ കോളറ വന്നു പോയി, കൂട്ടത്തിൽ അമ്മയും പോയി. അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വരവും നിന്നു. ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. കേരളശ്ശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ചിറ്റൂര് പോടാ, പോയി അച്ഛൻ കുഞ്ഞമ്പ് നായരെ കാണാന്ന്. ചിറ്റൂരെത്തി. കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പരെ കണ്ടു. വിറച്ച് വിറച്ച് അച്ഛാന്നൊന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ചെകിട്ടത്തൊന്ന് പൊട്ടി. ഓടടാന്നൊരളർച്ച. ഓടി. ഓട്ട അവസാനിച്ചത് പൊന്നാനിയില.
പിന്നെ ഇങ്ങോട്ട് ഓടാൻ വയ്യല്ലോ, മുന്നിൽ കടലല്ലേ. അതെ, കടപ്പുറത്ത് വെച്ചാണ് അയമൂട്ടിക്കാനെ കാണുന്നത്. കൂടെ വരാൻ പറഞ്ഞു. മൂപ്പര വീട്ടിൽ താമസം, വയറ് നിറയെ ആഹാരം. അയമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി. രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു. ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി. സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസുണ്ടായിരുന്നു. പിന്നെ പല നാടുകൾ, മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു, ചുമടെടുത്തു. തണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കൂടി ചിറ്റൂർ വന്നു. ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മദായരുടെ മുമ്പിൽ വറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ നാണം കെടുത്തിയവരൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു. പടുമുള മുളയ്ക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരുമായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ, അപ്പോഴും ഈ കൺഫ്യൂഷനാണ്. ഇപ്പൊ ഈ ഗിരിയുടെ ആളുകളുടെ തല്ല് കൊള്ളാൻ അതെങ്ങനെ? അത് ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ SP ഓഫീസ് ഉപരോധത്തിന് കൂടെ നിന്നതും ഒന്നും ഇഷ്ടായിട്ടില്ല അവന്. ഇനി എന്താ പ്ലാൻ? വീണ്ടും പൊന്നാനിക്ക് പോകുന്നു? ഓടണ്ട, ട്രെയിനുണ്ട്, റോഡും മോശമല്ല. അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തിയൊന്നും എനിക്കില്ല. കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാനാ? ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം. കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ്, അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം. അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്റെ പെരുമാൾപുരവും. എന്നാ ഞാൻ കുഞ്ഞമ്പു നായരുടെ മുമ്പ് തലയുയർത്തി നിൽക്കും. ഇനി ഇതാണ് വീട്. മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ്. അതൊരു വലിയ അംഗീകാരമാണ്. മാനെ കാട്ടി, നാളെ ഒരു ദൂരയാത്രയുണ്ട്. വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി.